ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒരു 15 ക്വസ്റ്റ്യൻസോളം ഉണ്ട്, നമുക്കൊന്ന് വേഗം ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ദ ഫാസ്റ്റർ യു റൺ ഡാഷ്. അപ്പോൾ ഇത് ആലോചിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്ക് 3 സെക്കൻഡ്സ് തരാം കേട്ടോ. വേഗം ഒന്ന് ആലോചിച്ചിട്ട് ആൻസർ പറഞ്ഞേ. ദ ഫാസ്റ്റർ യു റൺ ഡാഷ്. ആൻസർ ദ സൂണർ യു റീച്ച് എന്നുള്ളതാണ് കേട്ടോ. ദ സൂണർ യു റീച്ച്. എങ്ങനെയാണ് മനസ്സിലായേ ഇതാണ് ആൻസർ എന്നുള്ളത്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ക്ലൂ പറഞ്ഞുതരാം. ദ ഫാസ്റ്റർ എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ദ ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ കമ്പാരിറ്റീവ് ഫോം ആണ് ഇവിടെ വന്നിട്ടുള്ളത്, ഫാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ദ അതിൻ്റെ ഒപ്പം കമ്പാരിറ്റീവ് ഫോം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഡാഷിനകത്തും അതേപോലെ തന്നെ ദയും കമ്പാരിറ്റീവ് ഫോമും വേണം. അപ്പം നമ്മുടെ 4 ഓപ്ഷനകത്തും കഷ്ടകാലത്തിന് ദ വെച്ചിട്ട് തന്നെയാണ് എല്ലാതും കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു ക്ലൂവിന് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. പിന്നെ എങ്ങനെ കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ യു റൺ എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. യു റൺ. റൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ V1 ഫോമാണ് അല്ലേ. റൺ, റാൻ, റൺ. അപ്പോൾ ഇത് V1 ഫോമാന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ V1 ഫോം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആൻസറിൻ്റെ അടുത്ത പോർഷനിൽ V1 ഫോം വരണം. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ V2 ഫോം, ഇതും V2 ഫോം, ഇതും V2 ഫോം. അപ്പോൾ V1 ഫോം എന്നുള്ളത് ഇത് മാത്രമല്ലേ V1 വരുന്നത്. അപ്പോൾ ദ സൂണർ എന്നുള്ള രീതിയിലും സാറ്റിസ്ഫൈ ചെയ്തു, അതേപോലെ തന്നെ ഇവിടുത്തെ V1 ഫോം തന്നെ ഇവിടെ വരികയും ചെയ്തു. അപ്പോൾ ആൻസർ എന്താ? ദ സൂണർ യു റീച്ച്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐ സസ്പെക്ട് ഹീസ് ഇൻ ലവ്. ഇതിൻ്റെ ആൻസർ ഒന്ന് വേഗം, ക്വസ്റ്റ്യൻ ടാഗ് ആണ്, വേഗം അതിൻ്റെ ആൻസർ ഒന്ന് പറയും. 3 സെക്കൻഡ്സ് വരാം. ആൻസർ വരുന്നത് ഇസിൻ ഹി ആണ്. എങ്ങനെ നമ്മൾ ആൻസറിലേക്ക് എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐ സസ്പെക്ട് ഹീസ് ഇൻ ലവ് എന്ന് പറയുമ്പോൾ ഐ സസ്പെക്ട് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺജങ്ഷൻ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐ തിങ്ക്, ഐ സസ്പെക്ട്, ഐ അസ്യൂം എന്നൊക്കെ വരുമ്പോൾ അതിന് ശേഷം ഒരു ദാറ്റ് ഒളിഞ്ഞിരിക്കുന്നുള്ളത് വിചാരിക്കാം. അപ്പോൾ ഇതേപോലെ ഒരു കൺജങ്ഷൻ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യാനാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നേ? ഐയും വിയും ആണെങ്കിൽ നമ്മൾ ഐയും വിയും, അതായത് ഈ ദാറ്റിന് മുമ്പുള്ള പോർഷൻ നമ്മളങ്ങ് വെട്ടിക്കളയുക എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കാം. ഐയും വിയും ആണെങ്കിൽ ഫസ്റ്റ് പോർഷൻ തന്നെ കളഞ്ഞേക്കുക, ഈ ദാറ്റിന് മുമ്പുള്ളത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഒരു പോർഷൻ മാത്രം നോക്കിയാൽ മതി. ഹീ ഇസ് ഇൻ ലവ് എന്ന് കാണുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇസ് എന്ന് പറഞ്ഞിട്ട് കിട്ടി അല്ലേ. ഇനി ഇസ്, അപ്പോൾ ഇത്രയും പോർഷൻ പോസിറ്റീവ് ആണ്, ഈ ഒരു പോർഷനെ നമുക്ക് നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഇസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി എന്താ? ഇസിൻ്റെ ഒപ്പം ഒരു നോട്ട് ചേർത്തിട്ട് ഇസിൻറ്റ് ഹീ എന്ന് പറഞ്ഞിട്ടുള്ള ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. കിട്ടിയോ? അപ്പോൾ ഐയും വിയും ആണെങ്കിലാണ് നമ്മൾ ഈ ദാറ്റിന് മുമ്പുള്ള ഫസ്റ്റ് പാർട്ട് ഞാൻ മാറ്റാൻ പറഞ്ഞു. അതേസമയം ബാക്കി ഏത് കേസ് വരാണെങ്കിലും നിങ്ങൾ ഈ ദാറ്റിന് ശേഷമുള്ള ആളെ അങ്ങ് വെട്ടിക്കളഞ്ഞ് ചെയ്താൽ മതി കേട്ടോ. ക്ലിയർ ആയി വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. ദ സ്മോൾ ബോയ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ് ഡാഷ് ലെഫ്റ്റ് ദി ഹോസ്പിറ്റൽ. ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരം പറയും. 3 സെക്കൻഡ്സ്. ഓക്കെ, ഇവിടുത്തെ ആൻസർ ഹാസ് ആണ്. പലരും ചിലപ്പോൾ ഹാഡിലേക്ക് പോയിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ദ സ്മോൾ ബോയ് സേവ്ഡ് ബൈ ദ ടൂറിസ്റ്റ്. അതായത് ടൂറിസ്റ്റ് സ്മോൾ ബോയിനെ സേവ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ട് ആ കുട്ടി എന്താ ചെയ്തേക്കുന്നത്? ലെഫ്റ്റ് ദി ഹോസ്പിറ്റൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് നമുക്ക് എന്താ മനസ്സിലായേ? ഇതിപ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് അല്ലേ. സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്, പാസ്റ്റ് ആണ്. അപ്പം ഇതിന് ശേഷമാണ് ഈ ഒരു ആക്ഷൻ നടന്നിട്ടുള്ളത്, ശരിയല്ലേ? ബോയിനെ രക്ഷിച്ചതിന് ശേഷമാണ് ആ കുട്ടി ഹോസ്പിറ്റലിൽ വിട്ടുപോയേക്കുന്നത്. അപ്പോൾ സിമ്പിൾ പാസ്റ്റിന് ശേഷം നടക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ സിമ്പിൾ പാസ്റ്റിന് ശേഷം വരുന്നതാണ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് അല്ലേ. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ്, ശരിയല്ലേ? ഇപ്പോൾ ഇവിടെ ഞാൻ കൊണ്ടുപോയിട്ട് ഹാഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആൻസർ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആയിട്ട് മാറും. അപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എന്ന് പറയുകയാണെങ്കിൽ എന്താ? ഒരു സെൻറ്റൻസിനകത്ത് 2 ഭാഗം ഉണ്ടെങ്കിൽ സിമ്പിൾ പാസ്റ്റിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളെയാണ് നമ്മൾ സാധാരണ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയാറ്. അപ്പോൾ ഇവിടെ ഞാൻ ഹാഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് ശേഷം, ഇതിന് ഈ സേവ്ഡിന് മുമ്പ് നടന്നിട്ടുള്ള രീതിയിലായി പോകില്ലേ ഇതിൻ്റെ ആൻസർ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഹാസ് ലെഫ്റ്റ് ഉപയോഗിക്കാൻ കാര്യം. ഹാസ് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ഇപ്പോൾ ഈ സേവ്ഡിന് ശേഷമാണ് ഇത് നടന്നിട്ടുള്ളത് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ മീനിങ് വരുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ, യു ഡാഷ് ദ ഫോർ മോർ ദാൻ 2 hours വെൻ ഷീ ഫൈനലി അറൈവ്ഡ്. വേഗം ഒന്ന് ആൻസർ പറഞ്ഞേ. 3 സെക്കൻഡ്സ്. ആൻസർ ഹാഡ് ബീൻ വെയിറ്റിംഗ് ആണ്. എങ്ങനെ കിട്ടി? നമുക്കിവിടെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാ? ഒന്ന് കൊടുത്തിട്ടുള്ള ഫൈനലി അറൈവ്ഡ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവസാനം അവൾ എത്തി എന്നുള്ളൊരു രീതിയിലാണ്.
അപ്പോൾ ആ ഒരു സമയം നമുക്ക് മനസ്സിലായത് എന്താ, സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണെന്നുള്ളത് മനസ്സിലായി. അപ്പം യു ഡാഷ് ദെർഫോർ മോർ ദാൻ 2 hours അല്ലേ. അപ്പോൾ ഇവിടെ എന്താ വരിക, ഹാഡ് ബീൻ വെയിറ്റിംഗ് അല്ലേ, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ് വരിക. ഓക്കെ, അതുകൊണ്ട് പ്രസന്റ് അല്ല, ഇവിടെ സിമ്പിൾ പാസ്റ്റ് ആണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ മനസ്സിലായി. അപ്പോൾ ആ ഒരു ടെൻസിൽ തന്നെയാണ് ഇവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആൻസർ ഹാഡ് ബീൻ വെയിറ്റിംഗ് ആണ് വരിക കേട്ടോ. നെക്സ്റ്റ് വൺ, ഐ ഹാവിൻ സീൻ ഹെർ സിൻസ് ഷീ ഡാഷ് കോളേജ്. വേഗം പറഞ്ഞോളൂ. ആൻസർ ലെഫ്റ്റ് ആണ്. നമ്മൾ ഈ സിൻസിന് ശേഷം വരുന്ന വെർബ് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലായിരിക്കും കേട്ടോ, അതായത് V2 ഫോം ആയിരിക്കും. ഓക്കെ, ലെഫ്റ്റ് ആണ് വരിക. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഐ ഹാവിൻ സീൻ, സിൻസ് ഫോറൊക്കെ വരുമ്പോൾ നമുക്കറിയാം പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരും എന്നുള്ളത് അറിയാം. പക്ഷെ സിൻസിന് ശേഷം വരുന്ന എന്തായിരിക്കും, V2 ഫോം ആണ്. അതായത് ഇവിടെ V2 ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ആണ്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ഷീ ഡാഷ് ഫോർ എ ബസ് ഫോർ 2 hours. വേഗം പറഞ്ഞോളൂ. യെസ്, ആൻസർ എല്ലാവരും ശരിയാക്കിയിട്ടുണ്ട്. ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ബസ് ഫോർ 2 hours. നമുക്ക് മനസ്സിലായി, സിൻസ് അല്ലെങ്കിൽ ഫോറൊക്കെ വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി ഏതിനാ കൊടുക്കുക, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനാണ് കൊടുക്കുക. അതേപോലെ തന്നെ ഷീ എന്ന് പറയുന്നത് സിംഗുലർ ആയതുകൊണ്ട് നമുക്ക് ഹാസിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹാവ് ബീൻ വെയിറ്റിംഗ് പറ്റില്ല. ഒന്നല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ ഇതാണ് നമ്മുടെ ഈ സിൻസ് അല്ലെങ്കിൽ ഫോർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ ഷീ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഷീ ഹാസ് ബീൻ വെയിറ്റിംഗ് ഫോർ എ ബസ് ഫോർ 2 hours എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ, ഷീ സെഡ് നത്തിങ്. ക്വസ്റ്റ്യൻ ടാഗ് എന്താണെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. വേഗം പറഞ്ഞോളൂ. യെസ്, ആൻസർ ഡിഡ് ഹി ആണ്. എങ്ങനെയാണ് മനസ്സിലായ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു പോർഷൻ നോക്കുക. ഹീ സെഡ് നത്തിങ് എന്ന് പറയുമ്പോൾ ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക. നത്തിങ് എന്ന് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി എന്താ, അതൊരു നെഗറ്റീവ് ആണെന്നുള്ളത് മനസ്സിലായി അല്ലേ. സ്കെയർസ്ലി, റെയർലി, നത്തിങ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതൊരു നെഗറ്റീവ് പോർഷൻ ആണ്. അപ്പോൾ ഈ ഒരു ഭാഗം എന്തായാലും ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഭാഗം എന്തായാലും എന്തായിരിക്കണം, പോസിറ്റീവ് ആവണം എന്നുള്ളതും നമുക്ക് മനസ്സിലായി. അപ്പോൾ ഹീ സെഡ് നത്തിങ് ഡാഷ് എന്ന് പറയുമ്പോൾ നമുക്ക് സെഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ സേഡ് അല്ലെങ്കിൽ സേസ് അല്ലെങ്കിൽ സേയുടെ ഒക്കെ പാസ്റ്റ് ടെൻസ് ആണ് സെഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റ് ടെൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് എഴുതും, അവിടെ ഡിഡ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് എഴുതും. കാരണം സെഡ് എന്ന് പറയുന്നത് ഡിഡ് സേ അല്ലെങ്കിൽ ഡിഡ് സേ എന്ന് പറയുന്നതാണ് സെഡ്. അപ്പോൾ തന്നെ നമുക്ക് ഡിഡ് കിട്ടി. ഇനി ഈ ഡിഡിനെ പോസിറ്റീവ് ആക്കിയിട്ടല്ല നമ്മൾ എഴുതുന്നത്. അപ്പോൾ ഡിഡ് ഹീ എന്നുള്ളതാണ് ആൻസർ വരുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുകയാണ്. നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ലേറ്റ്, ഇറ്റ് ഈസ് ടൈം ഫോർ മീ ഡാഷ് ഹോം. ഇതിന്റെ ആൻസർ വരുന്നത് എന്താ, ടു ഗോ ഹോം ആണ്. എങ്ങനെ മനസ്സിലായേ, ഇറ്റ് ഈസ് ടൈം അതിനുശേഷം ഫോർ അതിനുശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ, അതായത് ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് അതിനുശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. അതായത് ടു ഗോ എന്ന് പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. ഇറ്റ് ഈസ് ടൈം അതിനുശേഷം ഫോർ അതിനുശേഷം മീ, അതായത് ഒരു സബ്ജക്റ്റും കൂടി ഉണ്ടെങ്കിലാണ് നമ്മൾ ടു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ടു ഇൻഫിനിറ്റീവിലേക്ക് എത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇറ്റ് ഈസ് ടൈം വി ഡാഷ് ലേണിംഗ് ഇംഗ്ലീഷ്. ഒന്ന് വേഗം ആലോചിച്ച് പറഞ്ഞോളൂ. ആൻസർ സ്റ്റാർട്ടഡ് ആണ്. ഇറ്റ് ഈസ് ടൈം വി സ്റ്റാർട്ടഡ്. എങ്ങനെ നമ്മൾ സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞാൽ V2 ഫോമിലേക്ക് എങ്ങനെ എത്തിയത്, കാരണം ഇറ്റ് ഈസ് ടൈമിന് ശേഷം എന്താ വന്നേക്കുന്നത്, സബ്ജക്റ്റ് ആണ് വന്നിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെച്ചേക്കണേ. ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് അതിനുശേഷം V2 ഫോം ഓഫ് ദി വെർബാണ് വരിക. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഫോറിന് ശേഷം സബ്ജക്റ്റ് വന്നതിന് ശേഷമാണ് ടു ഇൻഫിനിറ്റീവ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണേ. അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് ഈസ് ടൈം ഫോർ us ഡാഷ് ലേണിംഗ് എ ഫോറിൻ ലാംഗ്വേജ്. വേഗം ഒന്ന് ആലോചിച്ച് പറയും. യെസ്, ആൻസർ ടു സ്റ്റാർട്ട് ആണ്. മിക്കവരും ശരിയാക്കി തന്നെ വിശ്വസിക്കുകയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നതാണ് ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഫോർ ഉണ്ട് അതിനുശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ടു ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ടു സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അടുത്ത നോക്കാം. ഇറ്റ് ഈസ് ടൈം സച്ചിൻ ഡാഷ് ക്രിക്കറ്റ്. എന്തായിരിക്കും ആൻസർ വരിക? ആൻസർ പ്ലേഡ് ആണ്. കാരണം ഇറ്റ് ഈസ് ടൈമിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം എന്തായിരിക്കും വരിക? V2 ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരിക. സോ ഇറ്റ് ഈസ് ടൈം സച്ചിൻ പ്ലേഡ് ക്രിക്കറ്റ് എന്നുള്ളതാണ് ആൻസർ. ഞാനൊന്ന് ചുരുക്കി പറഞ്ഞുതരാം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇറ്റ് ഈസ് ടൈം അതിനുശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനുശേഷം വരുന്നത് V2 ഫോം ആണ്. ഓക്കെ, ഇനി
ഇറ്റ് ഈസ് ടൈം, അതിനുശേഷം ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് മാത്രമാണെങ്കിൽ ING ഫോം ഓഫ് ദി വെർബ് ആയിരിക്കും വരിക, വെർബിൻ്റെ ING ഫോം. ഇനി ഇറ്റ് ഈസ് ടൈം ഫോറിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ശേഷം ഇൻഫിനിറ്റീവ് ആണ് വരിക. ഓക്കെ, അതേപോലെ ഇറ്റ് ഈസ് ടൈം ടുവിന് ശേഷം V1 ഫോം ആണ് വരിക. അപ്പോൾ ഇതെല്ലാം ഒന്ന് പഠിച്ചേക്കാം കേട്ടോ. ഈ 4 തരത്തിൽ ഇറ്റ് ഇസ് ടൈം വെച്ചിട്ട് ചോദിക്കാം. ഇറ്റ് ഇസ് ടൈം ഫോർ ആണെങ്കിൽ, വെറുതെ ഫോർ ആണെങ്കിൽ ING ആയിരിക്കും വരിക. അതായത് ഇറ്റ് ഇസ് ടൈം ഫോർ സ്റ്റഡിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇറ്റ് ഇസ് ടൈം ഫോറിന് ശേഷം ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിന് ശേഷം ഇൻഫിനിറ്റീവ് ആണ്, അതായത് നമ്മുടെ ടു ഇൻഫിനിറ്റീവ് ആയിരിക്കും വരിക. ഇറ്റ് ഇസ് ടൈം ടു, ഇവിടെ വരുന്നത് ടു വന്നു കഴിഞ്ഞാൽ V1 ഫോം ആണ്, ഡു ഹോം വർക്ക് എന്നോ അങ്ങനെ നമുക്ക് എടുക്കാം. ഓക്കെ, ഇറ്റ് ഇസ് ടൈം, പിന്നെ ഒരു സബ്ജക്റ്റ്, അതായത് ഇപ്പോൾ ഇവിടെ ഇറ്റ് ഇസ് ടൈം സച്ചിൻ, V2 ആണ് വരിക അല്ലേ, പ്ലേഡ് ആണ് വരിക. അപ്പോൾ ഇത്രയും നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ദ പേഷ്യൻറ്റ് ഫെൽ ഡാഷ് ദി ബെഡ് വെൻ ദ നേഴ്സ് വാസ് നോട്ട് അറൗണ്ട്. ഒന്ന് കറക്റ്റ് ആൻസർ ഒന്ന് പറഞ്ഞോളൂ, വേഗം പറഞ്ഞു. ആൻസർ ഓഫ് ആണ് കേട്ടോ. ദ പേഷ്യൻറ്റ് ഫെൽ ഓഫ് ദി ബെഡ് വെൻ ദി നേഴ്സ് വാസ് നോട്ട് അറൗണ്ട്. അപ്പോൾ ഇവിടെ ഫ്രം ആണോ ഓഫ് ആണോ എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ വരും. അപ്പം ചെറിയൊരു ആലോചിക്കാൻ വേണ്ടി ചെറിയൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ പേഷ്യൻറ്റ് ബെഡിൽ നിന്ന് വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെയാണെങ്കിൽ പേഷ്യൻറ്റ് തിരിച്ച് ബെഡിലേക്ക് വരാൻ പറ്റുമല്ലോ അല്ലേ, തിരിച്ച് നമുക്ക് പേഷ്യൻറ്റിനെ ബെഡിൽ കിടത്താൻ പറ്റും. അപ്പം അങ്ങനെ തിരിച്ച് ചെയ്യാൻ പറ്റുന്ന കേസുകൾ വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫായിരിക്കും എന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. അതായത് തിരിച്ച് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ നമ്മൾ ഓഫായിരിക്കും യൂസ് ചെയ്യുക. ദ പേഷ്യൻറ്റ് ഫെൽ ഓഫ് ദി ബെഡ് വെൻ ദ നേഴ്സ് വാസ് നോട്ട് അറൗണ്ട്. ഇനി തിരിച്ച് ചെയ്യാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രം ആയിരിക്കും എന്നുള്ളത് ഓർക്കുക. നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ലീവ്സ് ആർ ഫോളിംഗ് ഡാഷ് ദ ട്രീസ്. ഇവിടുത്തെ ആൻസർ വരുന്നത് ഫ്രം ആണ്. ലീവ്സ് ആർ ഫോളിംഗ് ഫ്രം ദ ലീവ്സ്. എങ്ങനെയാണ് മനസ്സിലായെന്ന് വെച്ചാൽ, ഇപ്പം ലീവ്സ് ട്രീസിൽ നിന്ന് വീണു അല്ലേ, ഈ തിരിച്ച് ആ ലീവ്സ് ട്രീയിൽ വന്നിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അത്തരം കേസുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താ, ഫോളിന് ശേഷം ഫ്രം ആയിരിക്കും കേട്ടോ. ഈ മുമ്പത്തെ കേസ് കണ്ടില്ലേ, ഇതിനകത്ത് നമുക്ക് തിരിച്ചു കൊണ്ട് വയ്ക്കാൻ പറ്റും. അപ്പോൾ ഫോളിൻ്റെ ഫസ്റ്റ് സൈഡിലെ ഫെല്ല വന്നിട്ടില്ലേ, അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഷീ ഫെൽ ഡാഷ് ദി ബൈസൈക്കിൾ. ഇതിനൊന്ന് ആൻസർ പറഞ്ഞേ. യെസ്, ആൻസർ ഓഫാണ്. കാരണം അതിൽ നിന്ന് വീണ് കഴിഞ്ഞാൽ തിരിച്ച് ബൈസൈക്കിളിൽ കയറി ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓഫാണ്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ദ ബാറ്റ് ലൈക്ക് അതർ ബേർഡ്സ് ഡാഷ് വിങ്സ്. ആൻസർ വരുന്നത് ഹാസ് ആണ്. ഓക്കെ, ദ ബാറ്റ് ലൈക്ക് അതർ ബേർഡ്സ് ഹാസ് വിങ്സ്. എങ്ങനെ മനസ്സിലായ? കാരണം ദ ബാറ്റ് ലൈക്ക് അതർ ബേർഡ്സ് അല്ലേ, ഇവിടെ സബ്ജക്റ്റ് ആരാ? ബാറ്റ് ആണ്. മറ്റ് പക്ഷികളെ പോലെ നമ്മുടെ വവ്വാല് അല്ലേ, ബാറ്റിനും വിങ്സ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ദ ബാറ്റ് ആണ്. അപ്പോൾ അത് സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഹാസ് ആണ് യൂസ് ചെയ്യുക. ഹാസ് വിങ്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ 15 ക്വസ്റ്റ്യൻസും ഇപ്പോൾ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചാനലിനെ കുറിച്ച് പറഞ്ഞേക്കാം. അതേപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ 100 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെക്ഷൻ ഇന്ന് രാത്രി 8:30 ഉണ്ട് കേട്ടോ. 8:30 ഉണ്ട്, 8:30 PM. A to Z കേരള എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലാണ്, ഫ്രീ ക്ലാസ് ആണ്. എല്ലാവരും തീർച്ചയായിട്ടും ആ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം 100 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ ചോദിച്ചിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ വിത്ത് എക്സ്പ്ലനേഷൻ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് 8:30 നിങ്ങൾ ക്ലാസ് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അൺഅക്കാഡമിയിൽ അത് ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. നിങ്ങൾ പേ ഒന്നും ചെയ്യേണ്ട, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എന്നെ നിങ്ങൾ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ പറ്റുമെങ്കിൽ അതിനകത്ത് തന്നെ ഫോളോ ചെയ്യുക, റെഗുലർ ആയിട്ട് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പം അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിലെ ലിങ്കും കൂടെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. ബൈ.